ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ് വരുന്നത്. എനിക്കുള്ള രോഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രീനൽ അടിഞ്ഞോമയായിരുന്നു. കാരണം അഡ്രീനൽ ഗ്ലാൻഡിൽ ഉള്ള വിഷയം, അതിൽ ട്യൂമർ വന്നിട്ട് ഹൈ ലെവലായിട്ട് ബ്ലഡ് പമ്പ് ചെയ്യും. അത് കാരണം ഇതിപ്പോൾ BP ഹൈ ആയിരിക്കും, ECGയിൽ ഭയങ്കര വേരിയേഷൻ ആയിരിക്കും. പിന്നെ അതുപോലെ പൊട്ടാസ്യത്തിൻ്റെ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും. SP മെഡിഫോർട്ട് ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ആ രോഗം തന്നെ കണ്ടുപിടിക്കുന്നത്. അതിനുമുമ്പ് എനിക്ക് കുറേ വർഷങ്ങളായിട്ട് തന്നെ ഈ ഒരു അസുഖം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതിൽ ഒരു 5-6 വർഷമായിട്ട് ഇങ്ങനെ ഒരു കുഴപ്പം എനിക്കുണ്ട്. കാരണം പെട്ടെന്ന് ബോഡി വീക്കാവും, അങ്ങനെ കുറേ ഇതാണ്, കൈയൊക്കെ മരവിക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ അവസ്ഥ. രാത്രിയായപ്പോൾ ഇവിടെ SP മെഡിഫോർട്ടിൽ എന്നെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. ക്രിട്ടിക്കലായിട്ടായിരുന്നു ഞാൻ വന്നത്. അങ്ങനെ മോർണിംഗ് കാർത്തിക് ഡോക്ടർ, എൻഡോക്രൈനോളജിയിലെ ഡോക്ടർ കാർത്തിക് എന്നെ കണ്ടു. പുള്ളിയാണ് ഈ രോഗം കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെയാണ് അഡ്രിനൽ ഗ്ലാൻഡിലാണ് വിഷയത്തിൽ ട്യൂമറാണ് എന്നെല്ലാം കണ്ടുപിടിക്കുന്നത് ഡോക്ടർ കാർത്തിക്കാണ്. അങ്ങനെ പുള്ളി എന്നെ യൂറോളജിയിൽ ഡോക്ടർ നവീനെ റെഫർ ചെയ്തു. അങ്ങനെ ഡോക്ടർ നവീനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഈ ഗ്ലാൻഡ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത് കളയണം, എന്നാൽ മാത്രമേ ബാക്ക് ടു ലൈഫ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും പൊട്ടാസ്യം ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ സർജറിക്ക് കയറ്റി. സർജറിക്ക് ഏകദേശം 3 മണിക്കൂർ പറഞ്ഞ സർജറി ഏകദേശം 4-5 മണിക്കൂറിൽ മുകളിൽ എന്തെടുത്തു. എനിക്ക് അതും ക്രിട്ടിക്കലായിരുന്നെന്ന് പറഞ്ഞു. കാരണം എപ്പോൾ ആണെങ്കിലും അത് ഓപ്പൺ സർജറിയിലോട്ട് പോകാം. ലാപ്രോസ്കോപ്പിക്കാണ് ചെയ്തത്. സർജറി കഴിഞ്ഞ ശേഷം ഇവിടുത്തെ കെയറിങ്, ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയൊക്കെ ഭയങ്കര സൂപ്പറാണ്. എന്നാൽ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൊച്ചു പിള്ളേരെ പോലെ അവരോട് എന്നെ ടേക്ക് കെയർ ചെയ്താൽ അത്രയ്ക്കും ഭയങ്കര കെയറിലായിരുന്നു. ഒരു ബ്രദറെ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്യും, അതേപോലെ ഇവിടുത്തെ ഓരോ നേഴ്സുമാരെയും ടേക്ക് കെയർ ചെയ്ത്. ഇവിടുത്തെ ഓരോ സ്റ്റാഫ് അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ അടുത്ത്, ഭയങ്കര കെയറിങ് ആയിരുന്നു. എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞാൽ SP മെഡിഫോർട്ടിനോട് ഇവിടുത്തെ ഓരോ ഡോക്ടേഴ്സിനോടാണ്. SP Mediford, you first, always.